എല്ലാവർക്കും പത്തരമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണിക്കുക ജയനെയും ദേവേനെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. നയനയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നയന വരാത്തത് കൊണ്ട് എല്ലാവർക്കും വീട്ടിൽ വിഷമമാണെന്നും ഇവിടെ ഇപ്പോൾ ഒരു പ്രേതാലയം പോലെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയാണ് അതിനുള്ള പരിഹാരം നീ തന്നെ കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട്. അതിന് ഇനിയിപ്പോൾ ഞാൻ പോയി ഇനി അവിടെ കാല് പിടിക്കണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണെങ്കിൽ അതെന്തായാലും ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. അവൾക്ക് വേണമെങ്കിൽ വരട്ടെ, ആദർശ് പോലും പോയി വിളിച്ചിട്ട് അവൾ വന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ പോയി വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് അതിനുള്ള പ്രധാന കാരണം നീ തന്നെയല്ലേ, നീ ഇങ്ങനെയൊക്കെ പെരുമാറിയതുകൊണ്ടല്ലേ അവർ മോളെ വിടാത്തതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ ഇനി അത് വഴക്കേ ആവത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇനിയൊന്നും പറയുന്നില്ല, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ജയ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും ദേവയാനിക്ക് നല്ല വിഷമമുണ്ട്. അടുത്തായിട്ട് കാണിക്കുന്നത് ആദർശനെയാണ് കേട്ടോ. ആദർശാണെങ്കിൽ റൂമിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. സമയം തന്നെ നയന കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആദർശ് ഫോൺ നോക്കുമ്പോൾ നയനയുടെ കോളാണ് വരുന്നത്. അപ്പോഴത്തേക്കും ആദർശ് കോള് അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും നയന വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ ബാത്റൂമിൽ വല്ലതും ആയിരിക്കും, എന്തായാലും ഒന്നുകൂടെ വിളിച്ച് നോക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നുകൂടെ വിളിക്കുമ്പോഴത്തേക്കും ആദർശ് ഫോൺ കട്ട് ചെയ്യുക ചെയ്യുന്നത്. അപ്പോഴത്തേക്കും നയനയ്ക്ക് നല്ല വിഷമമാകുന്നുണ്ട്. അതിനുശേഷം ആദർശ് താഴത്തെ ഹോളിൽ വരുന്നുണ്ട് കേട്ടോ. അവിടെ വന്നിരിക്കുകയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും ദേവയാനി വരുന്നുണ്ട്. എന്താ ചോദിക്കുകയാണ്, മോൻ ഇതുവരെയ്ക്കും ഉറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ് അമ്മ എന്താ ഉറങ്ങാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാണ് മോൻ ഉറങ്ങില്ലെന്ന് എനിക്കറിയാം, അത് ഇല്ലാത്തതുകൊണ്ട്, അതുകൊണ്ട് നീ ഉറങ്ങിയോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി തന്നെ ഞാനും ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതാ ഞാൻ പറഞ്ഞത് നീ പോയി അവളെ വിളിച്ചുകൊണ്ട് വരാനെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്തായാലും പോയി വിളിച്ചതല്ലേ, അവൾ വരാത്തതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവൾ എപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോയി വിളിച്ചിട്ട് അവൾ എന്നോടൊപ്പം വന്നില്ല, പിന്നെ എന്തിനാ അവളെ വിളിക്കുമ്പോൾ ഞാനൊക്കെ കോൾ എടുക്കുന്നത്, പിന്നെ എന്ത് സംസാരിക്കാനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ് എന്താ എനിക്കറിയാം നിനക്ക് അവളോട് ഭയങ്കര ഇഷ്ടമാണെന്ന്, ഇതൊക്കെ കൊണ്ടാണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത്, ഇനി ഞാൻ പോയി വിളിച്ചാലേ വരത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ് ഇനി എന്തായാലും അമ്മ പോയി വിളിച്ചാലും വിടുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇനി അത് നമ്മുടെ കമ്പനിയെ ബാധിക്കില്ലേ, അവളെ നയന കളക്ഷൻസിൻ്റെ ഇതിലല്ലേ ഇപ്പോൾ കൂടുതലും ഇതൊക്കെ ഗോൾഡൊക്കെ വിറ്റ് പോകുന്നത്, അതിൻ്റെ ഡിമാൻഡാണോ അവൾ കാണിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ് അതിനുള്ള കാരണവും ഞാനല്ലേ ഉണ്ടാക്കി കൊടുത്തത്, അത് കാരണമെന്ന് വെച്ചാൽ അവൾക്ക് പേരും പ്രശസ്തിയൊക്കെ കിട്ടാനും ഒരു കാരണക്കാരനും ഞാനും കൂടെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ് എന്തായിരുന്നാലും അവൾ എന്നോടൊപ്പം വന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആദർശിന് നല്ല വിഷമമുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇനി അവളില്ലാത്തതുകൊണ്ട് നമ്മുടെ കമ്പനി ഇനി താന്നു പോവുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അവളില്ലാതിരുന്നപ്പോൾ നമ്മുടെ കമ്പനി നല്ല രീതിയിലല്ലേ പോയത്, അതുപോലെ തന്നെ പോവുമോ എന്നൊക്കെ ഇങ്ങനെ ആദർശ് മറുപടി പറയുന്നുണ്ട്. ദേവേനി പറയുന്നുണ്ട് എന്തായാലും നീ പോയി വിളിച്ചിട്ടും വന്നില്ലെങ്കിലും ഇനി അച്ഛനും അമ്മയും പോയി വിളിക്കുമ്പോഴത്തേക്ക് എന്തായാലും അവൾ വരും, ചിലപ്പോൾ ഇനി അവർ പോയി വിളിക്കുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദർശ് പറയാണ് എന്തായാലും ഇനിയിപ്പോൾ അവർ പോയി വിളിക്കുമെന്ന് തോന്നിയിരുന്നില്ല, കാര്യം അവർ അത്രയ്ക്ക് വാശിയിലാണ്, അതുപോലെ തന്നെ ഇതിനുള്ള പ്രധാന കാരണം അമ്മയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇനിയിപ്പോൾ എല്ലാ കുറ്റവും എൻ്റെ മണ്ടയിൽ തന്നെ കൊണ്ടുവയ്ക്കും എന്നൊക്കെ ഇങ്ങനെ മറുപടി പറയുന്നുണ്ട് കേട്ടോ. പറയുന്നുണ്ട് ഇല്ലമ്മ, എന്തായാലും അന്ന് 7 മാസ ചടങ്ങിന് വന്നപ്പോഴത്തേക്കും അമ്മ കുറച്ചുകൂടെ ഒരു നയത്തിലാണ് പെരുമാറിയെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു, ഇനിയിപ്പോൾ എന്തായാലും ഞാൻ ഇനിയിപ്പോൾ അവിടെ കാലൊന്നും പിടിക്കാൻ പോകുന്നില്ല, അവൾക്ക് വേണമെങ്കിൽ വന്നോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നിട്ട് ആദർശ് അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോഴത്തേക്കും ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും ദേവേനിക്ക് ഭയങ്കര വിഷമാവുകയാണ് ചെയ്യുക. ഇതേ സമയം തന്നെ നയനയെ കാണിക്കുന്നുണ്ട് കേട്ടോ. നയനയും നന്ദും കൂടെ ഒരു റൂമിലാണ് കിടക്കുന്നത്. അപ്പം നയനയ്ക്ക് ഉറക്കമൊന്നും വരുന്നില്ല, നന്ദി കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. നയന ഇങ്ങനെ ആലോചിച്ചുകൊണ്ടൊക്കെ കിടക്കുകയാണ് കേട്ടോ. അതിനുശേഷം ഒരു ഫോൺ കോൾ വരുന്നുണ്ട്, ദേവിയാണ് വിളിക്കുന്നത്. അപ്പോൾ നയന പെട്ടെന്ന് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് കയ്യിലെടുത്തിട്ട് ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നന്ദു എണീറ്റിട്ട് ചോദിക്കുന്നുണ്ട് ആരാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നന്ദു ഫോണിങ്ങനെ തട്ടിപ്പറിച്ച് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ നയനയുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് പറയുകയാണ് അയ്യോ അത് ചേച്ചിയുടെ അമ്മയാണല്ലോ, ഓ ഇനിയിപ്പോൾ അങ്ങോട്ട് ചെല്ലാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും, അവൾക്ക് ആദർശേട്ടൻ വന്നിട്ടും പോയില്ലല്ലോ, അതിൻ്റെ കാര്യം പറയാൻ വല്ലോ ഒരിക്കലും വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കോള് എടുക്കുന്നില്ല, പിന്നെയും ദേവേനെ ഇങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ പറയുന്നത് അവരവിടെ കിടന്ന് വിളിച്ചോട്ടെ, എന്തായാലും ചേച്ചി ഇനിയിപ്പോൾ എടുക്കാനൊന്നും പോകണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പറയാണ് ചിലപ്പോൾ ആദർശേട്ടൻ ഉറങ്ങാത്തത് കൊണ്ട് അമ്മ അത് വിളിച്ച് പറയാൻ വേണ്ടി വിളിക്കുന്നതായിരിക്കും, നീ ഇങ്ങ് ഫോൺ താന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് ഇനിയിപ്പം ചേച്ചി അതിന് വിളിച്ചിട്ട് എടുത്തില്ല എന്നുണ്ടെങ്കിൽ അമ്മ ഇനി എന്നെ വഴക്ക് പറയും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ്
അതുകൊണ്ടല്ലേ ചേച്ചി ഇപ്പോൾ അങ്ങ് പോവാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. ചേച്ചി പോകണമെങ്കിൽ പൊയ്ക്കോ, നമുക്കൊരു കുഴപ്പമില്ല, നമ്മൾ ആരെയും വേണ്ടെന്ന് വെച്ചിട്ട് ചേച്ചി പൊയ്ക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുകയാണ് എല്ലാവരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ്, എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞങ്ങളെ കുറേ ഇട്ട് വട്ടം കറക്കിയതല്ലേ, ഇനി കുറച്ച് ഭ്രാന്തൊക്കെ പിടിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ നന്ദുവും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ദേവയാനി പിന്നെയും കോള് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും എടുക്കുന്നില്ല. അപ്പം ദേവയാനിക്കും ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നന്ദു പറയുന്നുണ്ട് ഇനി ചേച്ചിയുടെ ഇഷ്ടം പോലെ ചെയ്തോ, ചേച്ചിക്ക് പോകണമെങ്കിൽ പോവുകയോ അല്ലെങ്കിൽ വിളിക്കണമെങ്കിൽ വിളിക്കുകയോ എന്തെന്ന് വെച്ചാൽ ചെയ്തോ, നമ്മളടുത്തൊന്നും ഒരു സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ലേ ചേച്ചി നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാത്ത എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട് അങ്ങനെയൊന്നുമില്ല, എനിക്ക് എല്ലാവരും വേണം, എനിക്ക് അമ്മയാണെങ്കിലും എനിക്ക് എത്ര ശത്രുക്കളാണെങ്കിലും എനിക്കും ഇഷ്ടമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഓ അപ്പം ചേച്ചിയുടെ അമ്മയടുത്തും ചേച്ചിക്ക് ഇഷ്ടമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയാണ് എന്തായാലും ആദർശിൻ്റെ അമ്മയല്ലേ, ആ ഒരു സ്നേഹം എനിക്ക് എല്ലാവരോടും അമ്മയോടും ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് എന്തായിരുന്നാലും ഞാൻ കിടന്നുറങ്ങാൻ പോകുന്നുണ്ട്, ഇന്ന് ചേച്ചിയുടെ ഫോണെന്നൊക്കെ പറഞ്ഞിട്ട് ഫോണൊക്കെ കൊടുത്തിട്ട് നന്ദി കിടക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നയനയങ്ങ് ഫോണൊക്കെ വെച്ചിട്ട് മിണ്ടാതെ കിടക്കുകയാണ് ചെയ്യുക. നയനയ്ക്ക് ഉറക്കമൊന്നും വരുന്നില്ല, ഇങ്ങനെ ടെൻഷൻ അടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേവേനിയാണ് കേട്ടോ കാണിക്കുക. ദേവേനിക്ക് ഫോണ് വിളിച്ചിട്ട് നയന എടുക്കാത്തതുകൊണ്ട് അതും നന്നായിട്ട് ടെൻഷൻ ആവുകയാണ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ദേവേനി ഓർക്കുന്നുണ്ട് കേട്ടോ, ആദർശിൻ്റെ അടുത്ത് സംസാരിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ചെയ്യുക. അടുത്തതായിട്ട് ജയനെയും ദേവേനിയാണ് കാണിക്കുന്നത്. രാവിലെയാണ് കേട്ടോ കാണിക്കുക. അപ്പോഴത്തേക്കും ജയൻ ഇങ്ങനെ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോഴത്തേക്ക് ദേവേനി ഇങ്ങനെ ഒരുങ്ങി വരികയാണ്. അപ്പോൾ ചോദിക്കുന്നുണ്ട് നീ എവിടെ പോവാ ഇത് രാവിലെ എന്നൊക്കെ ഇനി ചോദിക്കുമ്പോൾ പറയാണ് ഞാൻ അമ്പലത്തിൽ പോവാണ്, എന്തായാലും ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, എല്ലാവരും പ്രശ്നത്തിന് വല്ല പരിഹാരം കാണാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ജയൻ പറയാണ് അതിന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, അതിന് നീ തന്നെ വിചാരിക്കണം, നീ ചെയ്യേണ്ട കാര്യങ്ങൾ നീ തന്നെ ചെയ്തിട്ടേ കാര്യമുള്ളൂ, അല്ലാതെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതുകൊണ്ട് ഒരു ഫലവും ഉണ്ടാവാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജയൻ പറയുന്നുണ്ട് നീ കാണുന്നില്ലേ ഈ വീടിപ്പോൾ ആകെ ഉറങ്ങിയ പോലെയാണ്, എല്ലാവർക്കും അതൊരു വിഷമം തന്നെയാണ്, അതിനുള്ള പരിഹാരം നീ കാണേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേവേനി ഒന്നും മിണ്ടുന്നൊന്നുമില്ല. അതിനുശേഷം ഇങ്ങനെ ദേവേനി ഇങ്ങനെ മുറ്റത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. മുറ്റത്തോട്ട് വരുമ്പോൾ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇങ്ങനെ ഓർക്കുകയൊക്കെ ചെയ്യാണ്. നയനിങ്ങനെ കോലോടുന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മോള് ഞാൻ ഉറക്കമൊഴിച്ച് വരുന്ന സമയത്തേക്കും ഇവിടെ കോലോടുന്ന കാഴ്ചയാണ് ആദ്യം തന്നെ കാണുന്നത്, ഇപ്പോൾ മോളില്ലാതെ എനിക്ക് പറ്റില്ല, ഇനി എനിക്കൊരിക്കലും ഈ മോളില്ലാതെ എനിക്ക് പിടിച്ച് നിൽക്കാനും പറ്റില്ല, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ദേവേനി മനസ്സിൽ. അതിനുശേഷം ദേവേനി നേരെ അമ്പലത്തിലേക്കാണ് കേട്ടോ പോവുക. അമ്പലത്തിൽ പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും പോയിട്ട് ചോദിക്കുന്നുണ്ട് എന്താ പറ്റി, ഇപ്പം നല്ല വിഷമത്തിലാണല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഞാനൊരു കാര്യം മനസ്സിൽ ദേവിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതിനൊരു പരിഹാരം കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിയും കൂടുതലായിട്ട് വിഷമം ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പേറ്റി പറയുന്നുണ്ട് അതിനൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, വിളിച്ചാൽ വിളി കേൾക്കുന്ന ദേവി തന്നെയാ ഇതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണ്. മോളെ കാര്യം തന്നെ അറിയില്ലേ, മോളും ആദർശം കൂടെ നല്ല പിണക്കത്തിലാക്കായിരുന്ന സമയത്ത് മോളെ എന്നും വന്ന് ഇവിടെ പ്രാർത്ഥിക്കുകയായിരുന്നു, ഇപ്പം എല്ലാം നല്ലതായി വന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മോളെ ദേവിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ പറയാണ് മോളെ വിഷമിപ്പിക്കുന്നവർക്ക് അതിനുള്ള ഇത് ദോഷമേ ഉണ്ടാവുകയുള്ളൂ, അതുകൊണ്ട് മോളെ ഒരിക്കലും വിഷമിപ്പിക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ ദേവിയാനോട് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ് ഇതൊക്കെ പറയുമ്പോൾ എന്നോട് ദേഷ്യമൊന്നും തോന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പോയിട്ട് പറയുന്നുണ്ട്. ഇല്ല എന്നൊക്കെ ഇങ്ങനെ ദേവിയാനി മറുപടിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ദേവിയാനി നേരെ നയനയുടെ വീട്ടിലേക്കാണ് കേട്ടോ വരിക. ഇതേ സമയം നയനയുടെ വീടാണ് കേട്ടോ കാണിക്കുക. നവ്യ അങ്ങനെ ഗോന്തന് ചായ ഇട്ടൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ് നയന ഇപ്പോൾ ആകെ പ്രഷറിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആദർശ് വിളിച്ചിട്ട് പോവാത്തത് കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയാണ് അതിന് നമുക്കും നല്ല വിഷമമില്ലേ മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് പറയുന്നുണ്ട് പിന്നെ എന്താ അച്ഛൻ അവളെ വിടാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണെന്ന് അത് മോൾക്ക് പിന്നെ മനസ്സിലായിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും നന്ദുവും അതുപോലെ തന്നെ അമ്മയും അച്ഛനൊക്കെ എന്തോ മനസ്സിൽ വെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, എന്താ എല്ലാവർക്കും പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ് പറ്റിയത് എന്താണെന്ന് മോൾക്കറിയില്ലേ, മോളെ 7ാം മാസ ചടങ്ങിന് ഞങ്ങൾ വിളിക്കാൻ വന്നപ്പോൾ നയനയോട് ഇങ്ങനെയാണ് പെരുമാറിയെന്നൊക്കെ മോളും കണ്ടതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനി അവിടെ കാറിൽ വരുന്നുണ്ട്. അപ്പം നവ്യ പറയുന്നുണ്ട് ആരാ വരുന്നതെന്ന് നോക്കിയേ, നയനയുടെ അമ്മയെ വരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട് ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്, പിന്നെ ഇനി
ദേഷ്യത്തിലാണ് വന്ന് വിളിച്ചുകൊണ്ട് പോകാൻ വരുന്നതെങ്കിൽ മോളെ ഞങ്ങൾ ഒരിക്കലും വിടില്ല എന്നൊക്കെ ഇങ്ങനെ നവിയോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കനകയും വരികയാണ് ചെയ്യുക. അപ്പോൾ പറയുന്നുണ്ട് നയനമ്മയുടെ അമ്മായിയമ്മ വരുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ദേവേനെ ഒരിടത്തേക്ക് വരികയാണ് ചെയ്യുക. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നയന എവിടെയെന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയാണ് അത് കുളിക്കുകയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കനക പറയുന്നുണ്ട് ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആദർശം വന്നിട്ടും നിങ്ങളെന്താ അവിടെ വിടാത്തതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയാണ് അങ്ങനെ വിടുന്നത് ശരിയല്ലല്ലോ, അന്ന് 7 മാസം ചടങ്ങിന് വന്നപ്പോൾ മോളോട് എങ്ങനെയാണ് പെരുമാറിയത് അതൊക്കെ അറിയാമല്ലോ, അതുകൊണ്ട് ഇനി ഞങ്ങൾ എന്തായാലും അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ മോളെ ഇവിടെ പിടിച്ച് നിർത്തിയത്, മോൾക്കും നല്ല വിഷമമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കുകയാണ് മോളെ അപ്പോൾ നിങ്ങൾ ഇനി അങ്ങോട്ട് വിടുന്നില്ലേ, മോളെ തീരുമാനം അത് തന്നെയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നവ്യ അതെനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ദേവേനി പറയുന്നുണ്ട് എന്താ അറിയില്ലെന്നുണ്ടെങ്കിൽ നീ പോയി നയനയെ വിളിക്ക്, എനിക്ക് അവളോടും കൂടെ ചോദിക്കണം, രണ്ടിലും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ അങ്ങ് അകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കനക ഇങ്ങനെ പറയുന്നുണ്ട് എന്തായാലും ഞങ്ങൾ പറയാനുള്ളതൊക്കെ മോളടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനിയെല്ലാം അവൾ തീരുമാനിക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട് എന്താ ഇപ്പോൾ നിങ്ങൾക്ക് ഇത്രയ്ക്ക് വാശി കാണിക്കാൻ, നിങ്ങൾ ആദർശന് നയനയില്ലാതെ പറ്റാത്തത് കൊണ്ട് നിങ്ങൾ ഡിമാൻഡ് വെക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ് ഞങ്ങൾക്കൊരു ഡിമാൻഡും ഇല്ല, മോള് നന്നായിട്ട് ജീവിക്കുന്നത് കാണാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം, പക്ഷേ ഇങ്ങനെ അവൾ ഒരു അന്യരെ പോലെ അവിടെ കഴിയുന്നത് കൊണ്ട് ഒരർത്ഥവും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ് നിങ്ങൾ ഇപ്പോൾ കൂടുതൽ അവൾ ആദർശിൻ്റെ ഭാര്യ മാത്രമാണല്ല, നിങ്ങളുടെ മകൾ മാത്രമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ എന്തായാലും ഒരു തീരുമാനം നയന മോളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനി അവൾ തീരുമാനിക്കട്ടെ, അവൾക്ക് പോകണമെങ്കിൽ പോട്ടെ, നമുക്കൊരു പ്രശ്നവുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കനക ഇങ്ങനെ ഗോവിന്ദനെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പം ദേവയാനാണെങ്കിൽ നല്ല ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.